ഹലോ. തെലുങ്ക് മൂവി ഗേൾ ഫ്രണ്ട് കണ്ടു. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ രവീന്ദ്രനാണ്. പുള്ളി ഇതിലൊരു പ്രൊഫസറുടെ റോളും ചെയ്തിട്ടുണ്ട്. രാഷ്മിക മന്ദാനയും ദീക്ഷിത് ഷെട്ടിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അനു ഇമ്മാനുവലും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഇതൊരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകും. എന്താണ് ഗേൾ ഫ്രണ്ട് സ്റ്റോറി? വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു കാമുകൻ, പാവം പിടിച്ച കാമുകി. അവൾ കുറേ നാൾ കലിപ്പന്റെ കാന്താരിയായി അവനോടൊപ്പം നടന്നു. അവസാനം സ്വയം മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ മാന്യമായ രീതിയിൽ അവനോട് നോ പറയുന്നു. ടോക്സിക് ആയ ഒരാൾ പിന്നെ എന്താ ചെയ്യുക? പ്രതികാരം. അവനും ആ വഴിയിൽ തന്നെ നീങ്ങുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പറയും അവൾ ചെയ്തത് എന്തുകൊണ്ടും നന്നായി. കാരണം ഇത്രയധികം ടോക്സിക് ആയ ഒരാളുടെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക? അവൻ റെസ്റ്റ്ലെസ് ആണ്, മുൻഷുണ്ടിക്കാരനാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കും, ആക്രോശിക്കും, ഇരട്ടത്താപ്പുകളുമുണ്ട്. ഭാവിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവൻ്റെ ബാക്ക് പേപ്പേഴ്സ് അവന് പ്രശ്നമല്ല. ഗ്രാമത്തിൽ പോയി അച്ഛൻ്റെ ബിസിനസ് ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവളുടെ പ്ലേസ്മെൻറ്റ്, അവളുടെ ജോലി, അതൊന്നും അവന് വിഷയമാവുന്നില്ല. എനിക്ക് 3 കുട്ടികൾ വേണം. അപ്പോൾ വീട്ടുകാര്യങ്ങളും കുട്ടികളെ നോക്കലും എല്ലാം ആവുമ്പോൾ നിനക്ക് ജോലിക്ക് പോകാൻ നേരമുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴും മറ്റു പുരുഷന്മാർക്ക് അവളുടെ ഫ്രണ്ട്ഷിപ്പിൽ സ്ഥാനമില്ല. അവളുടെ ഫ്രണ്ട്സുമായിട്ട് ആഘോഷിക്കുന്നത് പോലും അവന് പ്രശ്നമാവുന്നു. അപ്പോൾ പിന്നെ അവൾ ചെയ്തത് നന്നായി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളോടൊപ്പം അവൾ ജീവിതം പങ്കിടുക? അവൾക്ക് അവളുടേതായ ലക്ഷ്യങ്ങളില്ലേ, താല്പര്യങ്ങളില്ലേ? അവൾ ചെയ്തത് നന്നായി അല്ലേ? അല്ല, അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അവളുടെ ജീവിതം വെച്ച് അവൾ കളിക്കരുതല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഔട്ട് ബേസ്റ്റഡ് ആവുന്നു, ടോക്സിക് ആവുന്നു? അത് അവരുടെ കുറ്റമാണോ? ചെറുപ്പത്തിൽ അവർ അനുഭവിക്കുന്ന ട്രോമ, വളർന്നു വന്ന സാഹചര്യം, വളർത്തുന്ന രീതി, മാതാപിതാക്കളുടെ, കുടുംബത്തിലുള്ളവരുടെ സ്വഭാവ രീതികൾ, കുട്ടികളോട് പെരുമാറുന്ന രീതി എല്ലാം കാരണമല്ലേ? എന്തിനാ കുട്ടി വയറ്റിൽ കിടക്കുമ്പോൾ അമ്മ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ വരെ അതിനെ ബാധിക്കുന്നില്ലേ? ഒരു കുട്ടി വയറ്റിൽ രൂപപ്പെടുമ്പോൾ മുതൽ നമ്മൾ അതിനെ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അതിനോട് സംസാരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങണമെന്നാണ് പറയുന്നത്. എന്തിനേറെ ആ ബീജങ്ങൾ കൂടിച്ചേർന്ന് ഒന്നാവുന്ന സമയം പോലും പ്രാധാന്യമുള്ളതത്രേ. മാതാപിതാക്കളുടെ ആ സമയത്തെ മാനസികാവസ്ഥ, അതിനുവേണ്ടിയുള്ള ഒരുക്കം എല്ലാം ജനിക്കാൻ പോകുന്ന ആ കുരുന്നിനെ ബാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവിതമാണല്ലേ ഇവിടെ ഹോമിക്കപ്പെടുന്നത്. ഏതൊക്കെ രീതിയിലുള്ള വ്യക്തി വൈകല്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ സിനിമയിൽ ഭൂമനായകൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിൻ്റെ കാരണം നമ്മൾ അറിയുന്നത്. അവൻ്റെ അമ്മ എന്താണിങ്ങനെ അന്തർമുഖിയായിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ അറിയുന്നത്. അമ്മ എന്താണ് ഇങ്ങനെ എന്ന് ഭൂമ ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അമ്മ അവിടേക്ക് വരുന്നതോ മിണ്ടുന്നതോ ഒന്നും അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ അമ്മ ആ പരിസരത്തേക്കേ വരില്ലായിരുന്നു. വന്നാൽ അച്ഛൻ്റെ ബെൽറ്റായിരിക്കും സംസാരിക്കുക. അച്ഛൻ അമ്മയെ എങ്ങനെ മിണ്ടാപ്രാണിയാക്കി എന്നതും ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് ആ കുട്ടി വളർന്നു വന്നത്. പിന്നെ എങ്ങനെയാണ് അവൻ ടോക്സിക് ആവാതിരിക്കുക? ഈ സിനിമയിലെ ആ 1-2 സീനുകൾ അത്രമാത്രം മനസ്സിനെ കിടിലം കൊള്ളിക്കുന്നതാണ്. സ്നേഹമുള്ള ഒരു കുടുംബാന്തരീക്ഷം അവന് കിട്ടിയിട്ടില്ല. അടിച്ചമർത്തുന്നതാണ് അവൻ കണ്ടു വളർന്നത്, അനുഭവിച്ചത്. അവിടെ ഇരുന്നു കൊണ്ട് ഭൂമ കണ്ണാടിയിലൂടെ തന്നെ കാണുന്ന ഒരു സീനുണ്ട്. അവൾ അവിടെ അവൻ്റെ അമ്മയാണ് കണ്ടത്. അവനോടൊപ്പം വീണ്ടും മുന്നോട്ട് പോയാൽ തൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് അവൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. മനസ്സിനെ വല്ലാതെ കൊളുത്തി വലിക്കുന്ന ഒരു സീനാണത്. രാഷ്മിക നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട്. ഈ സിനിമയിൽ രാഷ്മികയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ ഡിയർ കോമ്രേഡിലും എനിക്ക് രാഷ്മികയുടെ ഡിയർ കോമ്രേഡും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അനു ഇമ്മാനുവലിൻ്റെ ദുർഗയ്ക്ക് തുടക്കത്തിൽ വിക്രമിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ അല്പം ബോൾഡായിട്ടുള്ള ദുർഗയെ അവൻ നിരസിച്ചു. അവന് വേണ്ടത് അവൻ്റെ അമ്മയെപ്പോലെ, അവൻ്റെ അച്ഛൻ ചെയ്ത പോലെ അവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു. ഒരു പാവമായ ഭൂമ തൻ്റെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുമെന്ന് അവൻ കരുതി. അവൻ അതാണ് കണ്ടു വളർന്നത്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, അറിഞ്ഞു വന്നപ്പോൾ ഭൂമ സ്വയം ഉണർന്നു. അമ്മയില്ലാതെയാണ് അവളും വളർന്നു വന്നത്. അച്ഛൻ്റെ വാശികൾ അവളും സഹിച്ചിട്ടുണ്ട്. നീ എൻ്റെ അമ്മയെപ്പോലെയാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ, ചേർത്ത് പിടിച്ചപ്പോൾ അവൾ തുടക്കത്തിൽ സന്തോഷിച്ചു. സന്തോഷത്തോടെ അവൻ്റെ അമ്മയെപ്പോലെ നോക്കി. പക്ഷെ ദുർഗയിലൂടെ, പ്രൊഫസറിലൂടെ അവളെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. സ്വന്തം കഴിവുകളെപ്പറ്റി, താല്പര്യങ്ങളെപ്പറ്റി, സ്വന്തം വ്യക്തിത്വത്തെപ്പറ്റി അവൾക്ക് തിരിച്ചറിവുണ്ടായി. അമ്മമാർ ഇങ്ങനെ ആൺമക്കളെ സ്വയം പര്യാപ്തതയില്ലാതെ വളർത്തുന്നത് എന്തൊരു കഷ്ടമാണ്. ദ ഗേൾ ഫ്രണ്ട് എന്ന മൂവി നമുക്കൊരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. പക്ഷേ അത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. മക്കളെ സ്നേഹമുള്ളവരായി, ശാന്തിയും സമാധാനവുമുള്ള മനസ്സുകളുള്ളവരായി, സൽസ്വഭാവമുള്ളവരായി, അതിലുപരി സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായി വളർത്താൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവർ വൈകല്യമുള്ളവരായാൽ അതിന് ഉത്തരവാദികൾ ആരാണ്? വിശദമായ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണിനും പെണ്ണിനും ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ജന്മം കൊടുക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ
വിദ്യാഭ്യാസത്തെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരി അവർ നല്ല വ്യക്തിത്വമുള്ള കുട്ടികളാവാൻ, ഒരു നല്ല പുതിയ തലമുറ ഉണ്ടാവാൻ. ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.